ശ്രീ എൻ ശ്രീകുമാർ, ഇവിടെ ഒരു FCRA ലംഘനമില്ലെന്ന് സർക്കാരിൻ്റെ പക്കൽ രേഖയുണ്ട്. സർക്കാരിൻ്റെ പക്കൽ ഉന്നത ഉദ്യോഗസ്ഥൻ കൊടുത്ത രേഖയുണ്ടെന്ന് ഞാൻ ആധികാരികമായി പറയുക. അതിൽ പറയുന്നത് എന്താണ് സെക്ഷൻ 2A says that no person resident എന്ന് പറഞ്ഞാൽ ആ കണക്കുകൾ പറഞ്ഞുകൊണ്ട് according to the inquiry report there is no finding that VD Satish personally accepted any foreign contribution nor is there a finding that Manapad Foundation falls under any category specified in section 3(1) of FCRA 2010 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മണപ്പാട് ഫൗണ്ടേഷൻ FCRൽ അതിൽ വരില്ല, VDക്കും ബാധകമല്ല എന്നത് സർക്കാരിൻ്റെ പക്കൽ രേഖയുണ്ടെന്നേ. എന്നിട്ട് ഈ രേഖ പുറത്തേക്ക് വിടുന്നത് എന്തിനാണ്? പുറത്തേക്ക് ചർച്ചയാക്കാനാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ ഇപ്പോഴും പറയുന്നത് അറിയോ, അത് ചർച്ചയാവട്ടെ, ചർച്ചയാവും, നല്ലതാണ്. കാരണം എന്താണ്, ഈ AK ബാലനെ പോലെയുള്ളവർ പറയുന്ന കൊടിയ വർഗീയത ചർച്ച ചെയ്യണ്ടല്ലോ ശ്രീകുമാർ, നല്ല കാര്യമാണ്. നോക്കൂ ശ്രീ ഹഷ്മി, 9 വർഷം ഭരിച്ച് 10ാം വർഷത്തിൻ്റെ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിന് ആയുധം തരികയാണ്. നാൽക്കവലയിലാണ് അവർ. കാരണം ഈ തെരഞ്ഞെടുപ്പോടുകൂടി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി പിണറായി ഗവൺമെൻറ് ഒരു നാൽക്കവലയിൽ നിൽക്കുകയാണ്. അവരൊരു ആയുധം തരികയാണ്. ഏത് ആയുധമാണ് UDF എതിരെ പ്രയോഗിക്കേണ്ടത്? ഇത് അവർക്ക് സംഭവിച്ച ഒരു ദുര്യോഗമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ VD സതീശനെതിരെ ഏത് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചാലും അത് ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് വല്ലാതെ ഉയർന്നുപോയി. VD സതീശനെ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ വേറൊരു രാഷ്ട്രീയ തലത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്കുണ്ടെന്നുള്ള വേറെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സതീശനെതിരെ എന്ത് ആക്ഷേപം വന്നാലും ശരി, അത് പൊതുസമൂഹം ചർച്ച ചെയ്യില്ല. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടി ഒരു പരിധിവരെ വിജയിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചർച്ചയാക്കാമല്ലോ. കാരണം ഈ ചർച്ചയാക്കുമ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഒരു പക്ഷേ ശബരിമല ആയിരിക്കാം. ആ വിഷയം മാറിപ്പോയി. അപ്പോൾ അങ്ങനെ ചർച്ചയാക്കുന്ന ഒരു തലത്തിലേക്ക് ഇതിനെ എത്തിക്കാൻ ഗവൺമെൻറ് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഈ മാസം 20-ാം തീയതി നിയമസഭ തുടങ്ങാൻ പോവാണ്. അപ്പോൾ നിയമസഭ തുടങ്ങുമ്പോൾ ഈ വിഷയം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള ആക്ഷേപവും അവരെടുത്തിടും. അപ്പോൾ ചർച്ചയുടെ ഗതി അപ്പോഴും മുഖ്യമന്ത്രിക്ക് മാറ്റാൻ പറ്റും. പക്ഷേ ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് അവസാന കാലത്ത് ജനങ്ങളോട് പറയാൻ ഒരു അജണ്ടയില്ലാതെ പോയത്? അവർ VD സതീശനെതിരെ കൊണ്ടുവരുന്ന ഈ ആക്ഷേപം സതീശനെ ഭയക്കുകയാണ് അവർ. അത് ആ സംശയമില്ലാത്ത കാര്യമാണ്. കാരണം സതീശൻ്റെ ഒരു ക്രാന്ത ബുദ്ധി ഉണ്ടല്ലോ, ആ ബുദ്ധി ഇവർ ഭയക്കുകയാണ്. അത് തുടങ്ങിയത് ഇപ്പോഴല്ല. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കാലത്താണ് അത് കൂടുതൽ രൂക്ഷമായത്. അവിടെ ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും അതുപോലെ സതീശൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നും ഒക്കെ പറഞ്ഞ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നപ്പോൾ തൊട്ട് സതീശനെതിരായ നീക്കം തുടങ്ങി. ആ നീക്കം പക്ഷേ അവിടെ പരാജയപ്പെട്ടു. പിന്നീട് നിലമ്പൂർക്ക് കൊണ്ടുവന്നപ്പം അത് വീണ്ടും അവിടെ ശക്തി പ്രാപിച്ചു, അവിടെയും പരാജയപ്പെട്ടു. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇനി അവർക്ക് ഒരു രക്ഷയില്ല. കാരണം അവർക്ക് ഒരൊറ്റ ആയുധമേ അവർക്കുള്ളൂ. ആ ആയുധം ഹഷ്മി പറഞ്ഞ പോലെ വജ്രായുധമല്ല. ഇതിപ്പോൾ ഈ ആയുധം ഒരു പൂവമ്പായി മാറിയിരിക്കുകയാണ്. കാരണം സതീശനൊരു പൂവമ്പാ കിട്ടിയിരിക്കുന്നത്. കാരണം സതീശൻ എന്താ പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്കെ. ഇത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഏതോ ചാനലിൽ കണ്ടു. ഞാനങ്ങ് പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കുന്ന സതീശൻ പറയുന്ന ഒരു വലിയ ഫ്ലെക്സ്. ഇങ്ങനെ ഫ്ലെക്സ് വെച്ച് ആ ഫ്ലെക്സ് എത്ര പേര് കാണും? അതിൻ്റെ മുമ്പിൽ കൂടെ അല്ലേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കടന്നു പോകുന്നത്? അപ്പോൾ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അവർക്ക് ജനങ്ങളോട് എന്തെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് പറയാനുണ്ട്. ഈ അവസാന കാലത്ത് അവർ അതിദാരിദ്ര്യം കൊണ്ടുവന്നു, അത് പരാജയപ്പെട്ടു പോയി. അവർ കേരയിൽ കൊണ്ടുവന്നു, അത് പരാജയപ്പെട്ടു പോയി. അവർ പിന്നെ അവസാനം കൊണ്ടുവന്ന അവരുടെ നയവ്യതിയാനം പോലും അവരെ വഷളാക്കുന്ന രീതിയിലെത്തി. CPIയും CPIയും തമ്മിൽ അകലുന്ന രീതിയിലെത്തി. CPI ഉത്തരം താങ്ങുന്ന പല്ലിയാണെന്ന് CPMൻ്റെ പ്രമുഖ നേതാവായ 3 തവണ MP ആയ S അജികുമാർ പാലക്കാട്ട് പ്രഖ്യാപിക്കുന്ന തരത്തിലെത്തി. അതുമാത്രവുമല്ല, ഞങ്ങൾ ഒരു കാര്യവും ഒന്നിച്ചെടുക്കുന്നതല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ MA ബേബി, CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രസ്താവന വന്നു. എന്താണ് ആ പ്രസ്താവന? ഇവർ പറഞ്ഞ എന്താ, ശബരിമല കൊള്ള വന്നപ്പോൾ പോറ്റിയെ ആദ്യം കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ്. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം, സോണിയാഗാന്ധി ഇങ്ങനെ ചാനൽ ചർച്ചകൾ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം MA ബേബി അതിന് സ്റ്റോപ്പ് ഇട്ടു. സോണിയാഗാന്ധിയെ സംശയത്തിനെതിരെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞു. അപ്പോൾ ആരാണ് ആ തീരുമാനമെടുത്തത്? നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ PR ഏജൻസികളാണെങ്കിൽ അവർക്ക് തെറ്റുപറ്റി. കാരണം PR ഏജൻസികൾ എപ്പോഴും ഒരേ രീതിയിൽ ചിന്തിക്കണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി സതീശനെ പിടിച്ചാലേ രക്ഷയുള്ളൂ. കാരണം സതീശനെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ചിലർ ഉയർത്തി കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവാണ് അടുത്ത മുഖ്യമന്ത്രി എന്ന് വരുന്നു. അതുകൊണ്ട് സതീശനെ പിടിച്ച് ഒരു അഴിമതി കേസിലിട്ടാൽ ഒരു പക്ഷേ ജനങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുമെന്ന് ധരിച്ചു. പക്ഷേ ആ സമയം തെറ്റിപ്പോയി.
ഈ സമയം തെറ്റിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ പിന്നെയും അതൊന്ന് ദേശീയന്, പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞ് UDFന് 6 കോർപ്പറേഷനിൽ 4 ലഭിച്ച് 7 പഞ്ചായത്തുകളിൽ 14-ൽ 7 പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് ലഭിച്ച് അതിൽ കൂടുതൽ ഡിവിഷനുകളും കരസ്ഥമാക്കി ആകെ ഒരു തരംഗം UDF തരംഗം അതിപ്പോഴും നിൽക്കുകയാണ്. ഈ തൃശ്ശൂർ ഇപ്പോൾ വൃശ്ചികക്കാറ്റ് വീശാണ്, വൃശ്ചികം കഴിഞ്ഞെങ്കിലും, പക്ഷേ ആ കാറ്റ് പോലെ തരംഗം ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം അതിൽ CPMനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷോട് ഈ ചോദ്യം ചോദിച്ചു, ഈ സതീശൻ്റെ ഈ പുനർജനി വിഷയം ചോദിച്ചു. മാഷിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റിയില്ല. മാഷിൻ്റെ മുഖം കണ്ടാൽ അറിയാം, കാരണം അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. നിങ്ങളെ ക്ലിപ്പെടുത്ത് നോക്കിയാൽ അറിയാം. അപ്പം ഇത് ആരാ തീരുമാനിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വിജിലൻസ് വിഭാഗം മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. 2 റിപ്പോർട്ട് കൊടുത്തു. അതിൽ അവസാനത്തെ റിപ്പോർട്ട് അദ്ദേഹത്തെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ ചില സംശയങ്ങളൊക്കെ ഏത് ഏജൻസി ആണെങ്കിലും ഏത് പോലീസ് സംവിധാനമാണെങ്കിലും ഉന്നയിക്കും. ഇത് CBIക്ക് വിടാവുന്നതാണ് അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ട് ഇതിങ്ങനെ നേരത്തെ ഹസ്മി പറഞ്ഞ പോലെ കുറേശ്ശെ വിടുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് ചർച്ചയാവുന്നതാണ്. പക്ഷേ ഇത് ജനങ്ങൾ തള്ളിക്കളയുന്നു. എന്തുകൊണ്ടാ കാരണം? ജനങ്ങളുടെ മുമ്പിൽ സതീശനോട് നിലപാടുള്ള ആളാണ്. ആ നിലപാടാണ് UDFനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.